Hello guys and welcome back to Best Capex. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ ഭാഗത്തു നിന്ന് വരുന്ന അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് ആയ ടാറ്റ ടിഗോർ EV ആണ്. ഇത് ശരിക്കും ടാറ്റയുടെ തന്നെ Ziptron ടെക്നോളജിയിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. എന്തായാലും ഇതിന്റെ റേഞ്ച്, പ്രൈസ്, ഓൺ റോഡ് പ്രൈസ്, അതുപോലെ ഈ വാഹനത്തിന്റെ ഓവറോൾ സ്റ്റൈലിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ ഇതിന്റെ സ്റ്റൈലിംഗിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തായാലും സ്റ്റൈലിംഗ് നോക്കി പോകാം, കാരണം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആക്ച്വലി കുറച്ച് ബ്ലൂ എലമെന്റ്സിന്റെ ചേഞ്ചസ് മാത്രമേ ഈ ടിഗോർ EVയിൽ മെയിനായിട്ട് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ നെക്സോൺ ഒക്കെ കണ്ട പോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഓവറോൾ ഡിസൈൻ അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ കോസ്മെറ്റിക് സൈഡ്സിന്റെ കേസാണ് പറയുന്നത്. ഇപ്പോൾ ഗ്രില്ലിന്റെ താഴത്ത് അവർ ആ ഒരു ബ്ലൂ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈവൻ നമ്മുടെ ഒരു ഗ്രില്ലിന്റെ ഏരിയയിൽ, അതായത് ആ ഗ്ലോസ് ബ്ലാക്ക് ഏരിയയിലാണെങ്കിലും കുറച്ച് ബ്ലൂ എലമെന്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ബമ്പറിൽ കുറച്ച് ബ്ലൂ എലമെന്റ്സ് ഉണ്ട്. പിന്നെ ടയേഴ്സിലാണെങ്കിലും, അതായത് വീൽ ക്യാപ്സിലാണെങ്കിൽ പോലും അവർ കുറച്ച് ബ്ലൂ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലൂ എലമെന്റ്സ് ആണ് ശരിക്കും ഈ വാഹനത്തിൽ നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ച് ആയിട്ട് പറയാനുള്ളത്, ഫ്രണ്ട് പ്രൊഫൈലും സൈഡ് പ്രൊഫൈലും. പിന്നെ സൈഡിലായിട്ട് ആ ഫെൻഡറിൽ EVയുടെ ഒരു ബാഡ്ജിങ്ങും ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ടുള്ള ഡിസൈൻ വൈസ് ചേഞ്ചസ് ഒന്നും തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ റിയറിലാണെങ്കിൽ പോലും അങ്ങനെ കാര്യമായിട്ടുള്ള എടുത്തു പറയാൻ മാത്രമുള്ള ചേഞ്ചസ് ഒന്നും ഈ ഒരു വാഹനത്തിലില്ല. റൈറ്റ് സൈഡിൽ അവർ EVയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും റൈറ്റ് സൈഡിൽ സിപ്ട്രോണിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ നമുക്കിവിടെ ഒരു വ്യത്യാസമായിട്ട് പറയാൻ പറ്റുള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ബാഡ്ജിങ്ങിലോ അല്ലെങ്കിൽ ഡിസൈനിലോ ഒന്നും തന്നെ വ്യത്യാസം വരുന്നില്ല. പിന്നെ ബമ്പറിലും അവർ ചെറിയൊരു ബ്ലൂ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇതിന് പറയാനുള്ളൂ ഡിസൈൻ വൈസ്. ഞാൻ എന്തായാലും കൂടുതൽ ഇതിന്റെ എക്സ്റ്റീരിയർ സ്റ്റൈലിങ്ങിനെ പറ്റി പോകുന്നില്ല. ഇനിയിപ്പോൾ ഇന്റീരിയേഴ്സിലാണെങ്കിൽ തന്നെ എഗെയിൻ കുറച്ചധികം ബ്ലൂ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു വാഹനം ബേസ് ചെയ്തിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ പുതിയ സിപ്ട്രോൺ ടെക്നോളജിയിലാണ്. ഈ സിപ്ട്രോൺ ടെക്നോളജിയുടെ അണ്ടറിൽ ടാറ്റ മോട്ടോഴ്സ് പറയുന്നത് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പെർഫോമൻസ്, ടെക്നോളജി, റിലയബിലിറ്റി, ചാർജിങ് ആൻഡ് കംഫർട്ട് തുടങ്ങിയ കാര്യങ്ങളിലാണ് എന്നാണ്. ഇനി ഇതിന്റെ ക്ലെയിംഡ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 306 കിലോമീറ്റേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന് ARA സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിന്റെ ടെസ്റ്റിംഗിൽ ക്ലെയിം ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ റെഫറൻസിന് വേണ്ടി പറയാം, നെക്സോണും ഈ സെയിം സിപ്ട്രോൺ ടെക്നോളജിയിൽ തന്നെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റേഞ്ച് വരുന്നത് ഏകദേശം 312 കിലോമീറ്റേഴ്സ് ആണ്, അതായത് ക്ലെയിംഡ് റേഞ്ച്. അതുപോലെ തന്നെ പറഞ്ഞു വരുമ്പം ടിഗോർ EVയിൽ ഉപയോഗിച്ചിരിക്കുന്നത് 26 kWh ബാറ്ററിയാണ്. റെഫറൻസിന് വേണ്ടി പറയുകയാണെങ്കിൽ നെക്സോൺ EVയിൽ ഉപയോഗിച്ചിരിക്കുന്നത് 30.2 kWhന്റെ ബാറ്ററിയാണ്. അതായത് ഏകദേശം 4 kWh കപ്പാസിറ്റി കുറഞ്ഞ ബാറ്ററിയാണ് ടിഗോർ EVയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ബാറ്ററി കപ്പാസിറ്റി നെക്സോണിലും കുറച്ച് കുറവാണെങ്കിൽ പോലും ഈ വാഹനത്തിന്റെ റേഞ്ചിന്റെ കാര്യത്തിൽ, ക്ലെയിം ചെയ്യുന്ന റേഞ്ചിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. വെറും 6 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് വ്യത്യാസം മാത്രമേ ക്ലെയിംഡ് റേഞ്ചിൽ വന്നിട്ടുള്ളൂ. അതെന്തായാലും റിയൽ ലൈഫ് കണ്ടീഷൻസിൽ തീർച്ചയായും വ്യത്യാസം ഉണ്ടാവും. കാരണം നെക്സോൺ ഇപ്പോൾ പല ഓണേഴ്സ് പറയുന്ന കേൾക്കുകയാണെങ്കിൽ റിയൽ ലൈഫ് കണ്ടീഷൻസിൽ 170 to 250 വരെ അവർക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ടിഗോർ EVക്കും ഏകദേശം 150 മുതൽ 250 വരെയൊക്കെ തീർച്ചയായും റേഞ്ച് കിട്ടേണ്ടതാണ് റിയൽ ലൈഫ് കണ്ടീഷൻസിൽ. മറ്റുള്ള EV വാഹനങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് അവർ ഇന്റീരിയറിലെ ഒരു സീറ്റ്സിന്റെ ഫാബ്രിക്കിലാണെങ്കിൽ പോലും കുറച്ചധികം നീല എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈവൻ അവരുടെ ട്രയാനോ ഡിസൈൻസ് ആണെങ്കിൽ പോലും അതും ഇതിൽ നീല കളറിൽ തന്നെയാണ് വരുന്നത്. ഈ വാഹനത്തിൽ ആക്ച്വലി അത്യാവശ്യം ക്യാബിൻ സ്പേസ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മളൊരു EV സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ മോശമില്ലാത്ത രീതിയിൽ ഈ വാഹനത്തിൽ ക്യാബിൻ സ്പേസ് അവൈലബിൾ ആണ്. ഇനി ടിഗോറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി തെറ്റാതെ ഈ വാഹനത്തിന്റെ ഓവറോൾ വെയിറ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് വേണം ഇവർക്ക് ബാറ്ററി പ്ലേസ് ചെയ്യാൻ. അതുകൊണ്ട് മിക്കവാറും ഒക്കെ ഫ്ലോറിലായിരിക്കും വാഹനങ്ങളിലെല്ലാം തന്നെ ബാറ്ററി പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് പുറകിലിരിക്കുന്നവർക്ക് കുറച്ച് അണ്ടർതൈ സപ്പോർട്ടിന് ബുദ്ധിമുട്ട് വരാനൊരു സാധ്യതയുണ്ട്. സ്പേസ് വൈസ് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിന്റെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഈ വാഹനത്തിന് ഗ്ലോബൽ എൻക്യാപ്പിൽ ഇലക്ട്രിക് വാഹനത്തിന്, അതായത് നോർമൽ ടിഗോർ പെട്രോളിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ടിഗോർ EVയുടെ തന്നെ ഗ്ലോബൽ എൻക്യാപ്പ് ഈ അടുത്ത് ക്രാഷ് ടെസ്റ്റ് നടത്തിയിരുന്നു. അതിൽ ഈ വാഹനത്തിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അഡൽസിനും അതുപോലെ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ചിൽഡ്രനും, അതായത് പുറകിലിരിക്കുന്ന റിയർ സീറ്റ് ഒക്യുപ്പൻസിനും കിട്ടിയിരുന്നു. അതായത് നോർമൽ ടിഗോറിൽ ആക്ച്വലി പുറകിലിരിക്കുന്നവർക്ക്, അതായത് കുട്ടികൾക്കുള്ള സേഫ്റ്റി റേറ്റിംഗ് 3 സ്റ്റാർ ആയിരുന്നു. ഇതിലേക്ക് വന്നപ്പോൾ അത് 4 സ്റ്റാറായി ഉയർന്നിട്ടുണ്ട്. 2 കളർ ഓപ്ഷൻസ് മാത്രമേ ടിഗോർ EVയിൽ അവൈലബിൾ ആയിരിക്കുള്ളൂ. ആദ്യത്തെ കൈൻഡ് ഓഫ് ഒരു ഗ്രേ കളറാണ്. ആൻഡ് രണ്ടാമത്തെ കളർ വരുന്നത് നോർമൽ ഇവരുടെ ഒരു ബ്ലൂ കളറാണ്. ഈ വാഹനത്തിൽ ടോട്ടൽ വരാൻ പോകുന്നത് 3 വേരിയൻസ് ആണ്, XE, XM പിന്നെ XZ+. XZ+ൽ തന്നെ ടാറ്റ മോട്ടോഴ്സ് ഡ്യുവൽ ടോണിന്റെ ഓപ്ഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് XZ+ ഡ്യുവൽ ടോൺ എന്നാണ്. പക്ഷേ ബേസിക്കലി 3 വേരിയൻസ് തന്നെയാണ് വരുന്നത്. ഈ ഓരോ വേരിയൻസിലും എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാം. ഓവറോൾ ഈ വാഹനത്തിന്റെ ടോപ്പ് മോഡലിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നോർമൽ ടിഗോറിൽ വരുന്ന പോലെ തന്നെ പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇത് നോർമൽ ആ ഒരു ഹാലജൻ പ്രൊജക്ടേഴ്സ് ആണ്, അല്ലാതെ നമ്മുടെ ആ ഒരു വൈറ്റ് ലൈറ്റ് ഒന്നും അല്ല. അടുത്ത ഫീച്ചർ 14-inch സ്റ്റൈൽഡ് സ്റ്റീൽ വീൽസ് ആണ്. ഇത് അലോയ് ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇത് അലോയ് അല്ല, ഇത് നോർമൽ ഒരു സ്റ്റീൽ വീൽ തന്നെയാണ്. പക്ഷേ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് ക്ലെവർ ആയിട്ടാണ് എന്ന് മാത്രം. അതായത് നോർമൽ ഒരു സ്റ്റീൽ വീൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെയല്ല ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റീൽ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഒരു കവർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന പോലെയാണ്. അതായത് ഇതിൻ്റെ അകത്തെ സ്റ്റീൽ റൂം ആക്ച്വലി വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വീൽ ക്യാപ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ എക്സ്പോസ്ഡ് സ്റ്റീൽ നമ്മൾ പുറത്ത് കാണില്ല. ഇതിനെ ടാറ്റ വിളിക്കുന്ന ഹൈപ്പർ സ്റ്റൈൽ സ്റ്റീൽ വീൽസ് എന്നാണ്. അടുത്ത ഫീച്ചർ ഇതിൽ വരുന്ന 7 ഇഞ്ചസിന് ടച്ച്
ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. ഇത് ആക്ച്വലി ഇപ്പോഴത്തെ നിലവിലുള്ള എല്ലാ ടാറ്റ വാഹനങ്ങളിലും, അതായത് നോർമൽ ടിഗോർ പെട്രോളിലും ടിയാഗോയിലും നെക്സോണിലും അൾട്രോസിലും ഒക്കെ വരുന്ന അതേ 7-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ്. ഇതിൽ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട്, അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ സംവിധാനങ്ങളും ഉണ്ട്. 8 സ്പീക്കർ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ മ്യൂസിക്കിന്റെ സോഴ്സ് വരുന്നത്. അതായത് 4 സ്പീക്കേഴ്സ് ഉണ്ട്, 4 ട്വീറ്റേഴ്സും ഉണ്ട്. റിയർ പാർക്കിംഗ് ക്യാമറയും നിങ്ങൾ ഈ വാഹനത്തിന്റെ ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഫീച്ചർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ORVMs ആണ്. ഈ ORVMസിന്റെ ഡിസൈൻ ആക്ച്വലി ഒരു ഗ്ലോസ് ബ്ലാക്ക് തീമിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ തന്നെയാണ് സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഈ വാഹനത്തിന്റെ ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ആക്ച്വലി ഡ്രൈവർ സൈഡിൽ ഒരു റിക്വസ്റ്റ് സെൻസറും വരുന്നുണ്ട്. അതുമാത്രമല്ല ബൂട്ടിലും ആക്ച്വലി ഒരു റിക്വസ്റ്റ് സെൻസർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കീയിൽ നിന്ന് തന്നെ ഈ വാഹനത്തിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. അതും അല്ലെങ്കിൽ ആ ബൂട്ടിൽ കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റ് സെൻസർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ആക്ച്വലി നോർമൽ ടിഗോറിൽ, അതായത് നോർമൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാത്ത ടിഗോറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ നോർമലായിട്ട് കീ ഇട്ട് തന്നെ ഈ വാഹനത്തിന്റെ ബൂട്ട് അൺലോക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ക്യാമ്പിൽ നിന്നുള്ള ഒരു ലിവർ വലിച്ച് തുറക്കേണ്ടി വരും. വേറെ മെത്തേഡ്സ് ഒന്നുമില്ല. ഇതിലെന്തായാലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉള്ള വേരിയന്റിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കലായി ചെയ്യാൻ പറ്റും. ഇതിൽ ടാറ്റയുടെ IRA എന്ന് പറയുന്ന കണക്റ്റഡ് കാർ ടെക്നോളജിയും അവർ കൊടുത്തിട്ടുണ്ട്. 30+ കണക്റ്റഡ് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കീ ഫീച്ചേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഈ വാഹനത്തിന്റെ പെർഫോമൻസ് ആൻഡ് പവർ ആണ്. ഇതിന്റെ ആക്ച്വലി മീഡിയ ഡ്രൈവ് ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് റിയൽ ലൈഫ് പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് ക്ലെയിം ചെയ്തിരിക്കുന്ന പെർഫോമൻസ്, അതായത് ആ പവർ ഫിഗേഴ്സ് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ വാഹനത്തിന്റെ ടോട്ടൽ പവർ ഔട്ട്പുട്ട് വരുന്നത് 55 kWh ആണ്. അതായത് ടോട്ടൽ നമ്മളിപ്പോൾ PS ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 75 PS പവർ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇനി ഇതിന് നമ്മൾ നെക്സോണിൻ്റേത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നെക്സോണിൽ വരുന്ന 129 PS പവർ ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ പവർ വളരെ കുറവാണ് നെക്സോണിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അത്രയധികം ഒരു വേരിയേഷൻ വരാനുള്ള സാധ്യതയില്ല എന്ന്. എന്തായാലും 170 Nm ടോർക്കും ഈ ടിഗോർ EVയിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതൊരു സെഡാൻ ആണ് ആൻഡ് ഇതിൻ്റെ സൈസും വളരെ കുറവാണ്. നെക്സോണിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിൻ്റെ ലെങ്ത് കുറവാണ്. ലെങ്ത് ആക്ച്വലി ഏകദേശം സിമിലർ ആണ്, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ വിഡ്ത്ത് കുറവാണ്, ഹൈറ്റ് കുറവാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴ്ന്നിട്ടാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അതുകൊണ്ട് ഡ്രൈവിംഗ് വൈസ് നെക്സോണിലും കുറച്ചും കൂടെ ഒരു എയറോഡൈനമിക് ആണ് വാഹനത്തിന്റെ ഡിസൈൻ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പവർ അത്യാവശ്യം കുറവാണെങ്കിലും 170 Nm ടോർക്ക് ഉള്ളതുകൊണ്ട് വലിയൊരു മോശമില്ലാത്ത പെർഫോമൻസ് ഈ ഒരു വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുമെന്ന്. ഇനി അടുത്തത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിരിക്കും ഈ വാഹനത്തിന്റെ പ്രൈസ്. ആക്ച്വലി ഈ വാഹനത്തിന്റെ ബേസ് മോഡൽ XE വേരിയന്റ് ടാറ്റ പ്രൈസ് ചെയ്തിരിക്കുന്നത് 11.99 lakhs ആണ് എക്സ്ഷോറൂം. അതായത് ഏകദേശം 12 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്റെ ബേസ് മോഡലിന്റെ എക്സ്ഷോറൂം പ്രൈസ്. XM വേരിയന്റ് എക്സ്ഷോറൂം പ്രൈസ് 12.5 lakh rupees ആണ് ഏകദേശം. ഓക്കെ, XZ പ്ലസ് മോഡലിന്റെ എക്സ്ഷോറൂം പ്രൈസ് 12.99 lakhs, അതായത് 13 lakh rupees ആണ് എക്സ്ഷോറൂം വരുന്നത്. എന്തായാലും ഈ വാഹനത്തിന്റെ പ്രൈസിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ്സിൽ പറഞ്ഞോളൂ. എനിക്കെന്തായാലും ഇതൊരു മോശമില്ലാത്ത പ്രൈസിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം ഒരു ഇലക്ട്രിക് വാഹനമാണ് എന്നതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ വാഹനത്തിന്റെ സൈസ് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. 26 kWh ബാറ്ററി പാക്കും 306 കിലോമീറ്റേഴ്സിന്റെ ക്ലെയിംഡ് റേഞ്ചും ഒക്കെ ഉള്ള ഒരു വാഹനം ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു മോശമില്ലാത്ത ചോയ്സ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിഗോർ EVയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. അപ്പോൾ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.